എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഞങ്ങൾ ആൻറ്റമാനി പോകാന്നല്ലേ ഗൈസ് നോക്കൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബസ് എടുക്കാൻ വേണ്ടി നടന്ന് ഞങ്ങളുടെ കുറച്ച് ദിവസം പോയി. അതായത് ഇത്രയും ദിവസം വരെ ഞങ്ങൾ ബസ് എടുക്കാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു. അതായത് ഞങ്ങൾ കുറേ ബസ് നോക്കി. കുറേ എന്ന് വെച്ചാൽ കുറേ എന്തോരം കുറേ അധികം വണ്ടി നോക്കി. വണ്ടിക്ക് വിലപ്പാകം എന്ന് പറഞ്ഞ സാധനമില്ല. അതായത് 2012 വണ്ടിക്കൊക്കെ പറയുന്ന വില 22 ലക്ഷം 23 ലക്ഷം രൂപയാണ്. 2016 വണ്ടിക്ക് പറയുന്നത് 27 ലക്ഷം രൂപയാണ്. 2017 വണ്ടിക്ക് പറയുന്നത് അത് 2016 AC ഇല്ലാത്ത പുഷ്പാക്കും ഇല്ലാത്ത വണ്ടിക്കാണ് 28 രൂപ ഒക്കെ പറയുന്നത്. ഇനി അടുത്ത കേസ് കേട്ടോ. അതായത് ഇത് AC നോൺ AC വണ്ടികളാണ്. ഇനി AC ഉള്ള വണ്ടിയുടെയാണ് ഈ 40 ലക്ഷം പറഞ്ഞത്. ഇനി ഇതൊക്കെ സംഭവം ശരിയാണ്. എന്നിട്ട് ഇനിയിപ്പം നമ്മൾ പിന്നെ EMI ഇട്ട്, അതായത് EMI ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു 6 ലക്ഷം രൂപ, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നം വെച്ചാൽ 20% 16 തൊട്ട് 20% മേളിലേക്കാണ് പലിശ. അടച്ചു വരുമ്പം വണ്ടിയുടെ മേളിൽ പൈസയാവും. അതായത് പുതിയ വണ്ടിയുടെ പഴയ വണ്ടി എടുക്കുമ്പോൾ പൈസയാവും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ മനസ്സിലാക്കിയ വേറൊരു കേസ്, ഇത് ഓടി ഉണ്ടാക്കുന്ന മൊത്തം അടവടയ്ക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡിപ്രഷൻ ലോൺ അല്ല. അതായത് നമ്മുടെ ഒരു ലോൺ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സംഭവമാണെങ്കിലും ലോൺ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ മുതലടച്ചു കഴിഞ്ഞാൽ ആ പലിശ കുറയുന്നില്ല. അത് ടോട്ടൽ എമൗണ്ടിന്റെ പലിശയാണ് അവർ കൂട്ടുന്നത്. യെസ് ഗൈസ്, അതായത് നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആ പ്രസ്ഥാനം ഒരിക്കലും പൊളിഞ്ഞു പോരുത്. നമ്മൾ വാക്ക് കേട്ട് അല്ലെങ്കിൽ എല്ലാവരും ഇത് കേട്ട് തുള്ളിപ്പറിച്ച് പോയി വണ്ടി എടുത്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിപ്പോകും. കാരണം ഇതിൻ്റെ EMI അടച്ച് ഇത് ഓടി ഇതിനാദ്യം ഓട്ടം കിട്ടണമെന്നൊന്നുമില്ല. ഇത് വളരെ പെതിയാണ്. ഇത് വണ്ടി ഇങ്ങനെ വളർന്ന് നമുക്ക് ഓട്ടമാവുക, നെറ്റ്വർക്കൊക്കെ ആവുക. അതിന് മുമ്പേ നമ്മൾ ഈ അടവൊക്കെ അടയ്ക്കാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അത് 20% അല്ലെ 16% നമ്മൾ എടുത്താൽ ഗൈസ് നോക്കൂ, നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി 2 ആൾക്കാർ വന്നു. അവരായിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ ബിസിനസ് ആവശ്യമായിട്ട് വന്നതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ഇടുന്ന പരിപാടി, അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ കുറേ ആൾക്കാർ ഞങ്ങൾ വിളിച്ചെടുത്തെല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ 2-3 പേര് വന്നു. അവർ വന്നു, കണ്ടു. അപ്പം നമ്മൾ സംസാരിച്ചു. നമ്മൾ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒന്ന് തെന്നി മാറിപ്പോയി. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഈ ക്യാരവാന് പുതിയതിനും പഴയതിനും ലോൺ കിട്ടത്തില്ല. നമ്മളിപ്പോൾ അർബാനിയ മേടിക്കുകയാണെങ്കിൽ തന്നെ അർബാനിയ അടവില്ലാതെ കൊണ്ട് കൊടുത്താലേ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ക്യാരവാനായിട്ട് കിട്ടുള്ളൂ. ബസ്സായാലും എന്തായാലും പുതിയതിനുമില്ല പഴയനുമില്ല. പക്ഷേ സെക്കൻഡ് ഹാൻഡ് ബസ്സുകൾക്ക് ലോൺ കിട്ടും. ശ്രീറാമുണ്ട്, സുന്ദരേശമുണ്ട്, ഇൻഡസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെ കുറേ ഫിനാൻസുകളുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റായ ആ ലോണാണ്, ഫിനാൻസാണ്. അതായത് 20% പലിശയ്ക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു വണ്ടി നമ്മൾ എടുക്കുവാണെങ്കിൽ അത് അടച്ചു വരുമ്പോൾ ഫ്ലാറ്റിലാകുമ്പോൾ 40% പലിശ വരും. അതായത് നമ്മളൊരു 100 രൂപയുടെ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചു കഴിയുമ്പോൾ അത് 140 രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം പൂട്ടിപ്പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ആൾക്കാർ ചാടി കയറി, അതായത് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങാൻ ഒരിക്കലും ചാടി കയറി ഒരു പരിപാടിയും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സംഭവത്തിലേക്ക് ഇറങ്ങാൻ പഠിക്കണം. അതായത് നമ്മളൊരു ബസ് പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മൾ മനസ്സിലാക്കിയത്തോളം സംഭവം, അതായത് ഈ കഴിഞ്ഞ സീസണൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ പൊളി നിയമം വരാൻ വേണ്ടി പോവാണ് കേരളത്തിൽ. ഏതാണ്ട് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വരാൻ നേരത്ത് ഏതാണ്ട് 2010 താഴെയുള്ള വണ്ടികളൊക്കെ ഏകദേശം ഒരു 13 തൊട്ട് നോക്കിക്കോ. അല്ല 13 അല്ല, 10 ശേഷമുള്ള വാഹനങ്ങൾ പൊളിക്കേണ്ട സംവിധാനം വരുമെന്നുള്ളൊരു ടോക്കൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഴയ വണ്ടി എടുത്താലും പെടും. ഇനി പുതിയ വണ്ടി എടുക്കാമെന്നുള്ള വിഷയം, 65 ലക്ഷം രൂപ എടുത്ത് നമ്മളൊരു വണ്ടി ഇറക്കി സെറ്റ് വർക്കും സംഭവമൊക്കെ ചെയ്ത് വരുമ്പോൾ 78-80 ലക്ഷം രൂപയൊക്കെ ആവും. അതായത് സാധാ വണ്ടിക്ക്. ആ വണ്ടിക്ക് ഒരു 1.5 ലക്ഷം രൂപ ഫിനാൻസ് കൂട്ടിക്കോ. നമ്മൾ ഓടി ഉണ്ടാക്കുന്ന പൈസ ഫിനാൻസ് അടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അടിയെ പോകുന്ന നമ്മൾ അറിയൂല. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കേരളത്തിൽ ഹോട്ടൽ പ്രസ്ഥാനവും അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ വരുന്നതും അതേപോലെ പോകുന്നതും. സത്യമാണ് ഞാൻ പറഞ്ഞത്. അതെന്നെ സംഭവം എന്ന് വെച്ചാൽ പഠിക്കാത്ത വന്ന് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. നമ്മളെ മൂപ്പിക്കാനും നമ്മളെ ഇങ്ങനെ ചെയ്യാനൊക്കെ എല്ലാവരും ഉണ്ടാവും. തുഴയാൻ നേരത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തു പരിപാടി ചെയ്യാൻ നേരത്ത് ആലോചിച്ചും പെറുക്കിയും വേണം ചെയ്യാൻ വേണ്ടി. ഒരിക്കലും നമ്മൾ ഒരു വണ്ടിയിൽ എത്ര ലക്ഷം രൂപയ്ക്ക് പണിയെടുത്തു എന്നുള്ളതല്ല, ആ വണ്ടിക്ക് ഒരു വിലയുണ്ട്. മോഹവില എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ആ വിലയ്ക്കൊന്നും ഒരു കാര്യം നടക്കൂല. അല്ലാതെ അതായത് നമ്മൾ ഇപ്പം ഒരു സംഭവത്തിലേക്ക് ഇറക്കാൻ നേരത്ത് ആദ്യത്തെ മാസങ്ങളിൽ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവാം,
ചിലപ്പോൾ ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഇറങ്ങാൻ അത് നമുക്ക് നടത്താൻ പറ്റണം. അതായത് നമ്മൾ കയ്യിൽ നിന്ന് കാശ് വെച്ച് അടയ്ക്കാൻ പൈസ ഉണ്ടാകും. യെസ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഓവർ പലിശയ്ക്ക്, അതായത് ഒരു 14% പലിശ എന്നൊക്കെ പറഞ്ഞൊരു മാന്യമായ പലിശയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിന്, അതായത് ഡിമിനിഷിങ് അല്ല, ഫ്ലാറ്റിന് നമ്മളെടുത്ത് എന്ത് കളിക്കിറങ്ങിയാലും നമ്മൾ പൊട്ടും. അത് 100% ഉറപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു. അല്ല, നമ്മൾ എത്ര ബാക്കപ്പ് പൈസ ഒരിക്കലും നമ്മൾ എടുക്കാൻ നേരത്തെ ഡിവിഷൻ ലോൺ എടുക്കാനുള്ള ഫ്ലാറ്റ് ഒരിക്കലും എടുക്കില്ല. നമ്മൾ യാഥാർത്ഥ്യം പറയട്ടെ, നമ്മൾ ഇത്ര നാളും പിടിച്ചതിൻ്റെ മെയിൻ കാരണം നമ്മുടെ വണ്ടികൾക്കൊന്നും അടവില്ല. പിന്നെ അടവുണ്ടായാൽ തന്നെ അതിൻ്റെ പലിശകൾ കുറവായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ ബസ് നമ്മൾ വീടിൻ്റെ ആധാരം പണയം വെച്ചാണല്ലോ എടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 14% പലിശ, അതിന് ഡിമിനിഷിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് പലിശ അടയ്ക്കേണ്ട ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ആകും. അതായത് ശ്രീരാമുകാർ രക്ഷപ്പെടും, നമ്മൾ പെട്ടുപോകും. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മളിപ്പം ഞാൻ ഉദാഹരണം പറയാം, നമ്മളിപ്പം ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ബസ് എടുക്കാന്ന് ഒരു പാടുള്ള കേസല്ല. ലോൺ കിട്ടും. അതായത് 20% ഇതിനൊക്കെ ലോണുണ്ട്, സെക്കൻഡിനും ഫസ്റ്റിനും ഒക്കെ കിട്ടും. പക്ഷേ നമ്മൾ ലൈനിൽ വന്നിട്ട് ഔട്ടായി പോകരുത്, അതായിരിക്കും ഏറ്റവും നടക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം വരാൻ നേരത്തെ ഇച്ചിരി താന്ന് വന്നാലും അത് വെച്ചാൽ പെതിയെ വന്നാലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് അതിനകത്ത് 10 രൂപ കിട്ടണമെങ്കിൽ ഗൈസ്, ബസ് പ്രസ്ഥാനത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, നശിക്കുന്നവരുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും ലൈനിൽ നിന്ന് പോവും. അതിൻ്റെ ഒന്നാമത്തെ കാരണം, നിങ്ങൾ ഏത് വണ്ടി പ്രസ്ഥാനത്തിലുള്ള മുതലാളിനെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും ഒന്നുമില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ പലിശ അടയ്ക്കൽ, ഇതിൻ്റെ മെയിൻ്റനൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വണ്ടി പണിതിറക്കിയപ്പം വണ്ടി പിടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വണ്ടിക്ക് നമുക്ക് പ്രശ്നം ഉണ്ടായിട്ട് അതിന് ലോണില്ലായിരുന്നു. അതെ, പിടിച്ചു പ്രശ്നമില്ല. നമുക്ക് എത്ര നാളത്തോടെ അത് കേസ് കളിച്ച് നമുക്ക് കിട്ടിയത്. അതായത് ഈ വണ്ടി പ്രസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ സർവ്വസാധാരണ 70,000 80,000 ഒക്കെ ഫൈൻ കിട്ടുന്ന ബസ്സുകളുണ്ട്. പക്ഷേ അവരത് ആരോടും മിണ്ടാതെ അടച്ചിട്ട് വിടും. അപ്പം നമ്മൾ ഒരു മാസം ഉണ്ടാക്കിയ പൈസ മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങാൻ. ഇപ്പോൾ സീസൺ വരാൻ പോകും, സ്കൂൾ ട്രിപ്പ്, ശബരിമല, അങ്ങനെയുള്ള സംഭവം വരാം. ഇപ്പം വണ്ടിക്കൊക്കെ ഇച്ചിരി 2012 വണ്ടിക്ക് പറയുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, 26, 22, 21, 2017 ഞങ്ങൾക്ക് ആകെ ഒരു വണ്ടി വന്നത്, നല്ലൊരു ഇത് വന്നത് 2016 വണ്ടി 25 രൂപ. പക്ഷേ അതിൻ്റെ വിഷയം ഞങ്ങൾ അത് EMI മാറ്റാൻ നേരത്ത് 20%, പിന്നെ ഇത് ലോണ്, അതായത് ഫ്ലാറ്റിലോട്ട് പോകും. അതാണ് ഏറ്റവും കൂടുതൽ. ഫ്ലാറ്റ് ലോണിലോട്ട് നമ്മൾ ഇടുന്നതൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിൽക്കാൻ നേരത്ത് ആ ലോൺ നിർത്തി തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ഇപ്പോൾ എല്ലാവരും പഴയ വണ്ടി കൊടുത്ത് BS6 എടുക്കുക. ഈ BS6ൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ബ്ലൂ, പിന്നെ അതേപോലെ തന്നെ മൈലേജ്, പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം 1 ലക്ഷത്തിന് മേലെ അടവ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ BS6 വണ്ടി എടുത്തിട്ട് റേറ്റ് പൊട്ടിക്കുകയാണ്. ആദ്യത്തെ ഒരു മാസം എല്ലാവരും നിന്നോടും, അതിന് ശേഷം റേറ്റ് പൊട്ടിച്ചോടും. അപ്പോൾ ഇതെങ്ങനെ കളിച്ചാലും ലെവലാവൂല. അതെ. പിന്നെ നമ്മളൊരു വണ്ടിയിൽ മിനിമം സെറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 20 ലക്ഷം രൂപ വേണം മിനിമം. നമ്മുടെ മിനിമമാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ വിചാര സംഭവം ചെയ്യണമെങ്കിൽ 20 ലക്ഷം രൂപ. ഒരു 30 ലക്ഷം 35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ നിർമ്മിതമായ സൗണ്ട് സിസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ തായ്ലൻഡിൽ കണ്ട പോലെയും പിന്നെ അതേപോലെ ഞങ്ങൾ യൂറോപ്പിൽ കണ്ട പോലെയും സംഭവങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ചെയ്യണമെന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന വണ്ടിക്ക് വിലപ്പാകം വേണം. പിന്നെ അതുപോലെ തന്നെ അടവെന്ന് പറഞ്ഞാൽ ഒരു 60,000 രൂപയ്ക്ക് താഴെ അല്ലേ, ഒരു 60,000 രൂപ, 1 ലക്ഷം രൂപയുടെ താഴെ ആയിക്കോട്ടെ, എന്നാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ വേറെ 2-3 വണ്ടി സംസാരിച്ചു നിർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി സംസാരിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ വണ്ടിക്ക് വില കൂട്ടി പറയാണ്. 2017 വണ്ടിക്ക് ഇപ്പം മാർക്കറ്റ് പറയുന്നത് 2017 AC നോൺ പുഷ് ബാക്കിന് 42 ലക്ഷം രൂപയാണ് വിലയ്ക്ക് ഞങ്ങളുടെ 48 ലക്ഷം എടുക്കുന്നതിൻ്റെ അല്ല പ്രശ്നം. അത് മാർക്കറ്റിൽ ഇപ്പോൾ ആ വണ്ടിക്ക് ആ വിലയുണ്ട്, ആ വിലയാണ് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ വിഷയം എന്താ പറയുക, ഇത് അടച്ചു വരുമ്പോൾ 20% ഇതിൻ്റെ പലിശ. വണ്ടി 42 എന്നുള്ള അങ്ങ് വലിയ പൈസയിലേക്ക് പുതിയ വണ്ടിയുടെ പൈസ വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. പുതിയ വണ്ടി എടുക്കാൻ നേരത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മുക്കിന് ഞങ്ങളുടെ ഇരട്ടി തന്നെ ഇപ്പോൾ 30 വണ്ടി വന്നെന്നുള്ളതാണ് അറിവ്. അപ്പോൾ ഈ 30 വണ്ടി വന്ന് എല്ലാവർക്കും പുത്തൻ വണ്ടി വേണം. പിന്നെ പാക്കേജ് പിടിച്ചവർക്കും പുത്തൻ വണ്ടി വേണം. അപ്പോൾ ഇവരെല്ലാം പുത്തൻ വണ്ടി വരാൻ നേരത്ത് പഴയ വണ്ടിക്കാരും പുത്തൻ വണ്ടിക്കാരും റേറ്റ് കൂട്ടി തുടങ്ങും. പിന്നെ സെറ്റ് കയറ്റിയ വണ്ടിക്കാർ ഒറ്റ തുടങ്ങും. അപ്പം നമ്മളിങ്ങനെ ഒരു സംഘർഷമായിട്ടുള്ളൊരു ഫീൽഡിലേക്ക് നമ്മളിങ്ങനെ ഒരു സംഘർഷമായ ഫീൽഡിലേക്ക് ചെന്ന് കയറുമ്പം നമ്മുടെ വണ്ടിക്ക് പിന്നെ ഉറപ്പാണ്. കാരണം കേരളത്തിൽ നെപ്പോളിയൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയില്ലാത്തവരും നമ്മുടെ ബുൾജെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര സംഭവം അറിയില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പം നമ്മളൊരു വണ്ടി ഇറങ്ങുമ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വണ്ടി വരാൻ നേരത്ത് എന്തായാലും നമ്മുടെ വണ്ടി ഒരു 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 സംഭവമായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവമായി വരുമ്പം എന്തായാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഇല്ലാതെ ആ വണ്ടി സംഭവം ആവുമല്ലോ. അപ്പോൾ വണ്ടി പറ്റും. അപ്പം നമ്മളാരാവും, നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷിച്ച് നമുക്ക് വിലഭാഗത്തിന് വണ്ടി കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഞങ്ങൾ പല രീതിയിലും
ഇന്നലെ ഒരു വണ്ടി ഞങ്ങൾ എടുത്താനേ, അത് കോട്ടയം സൈഡിൽ നിന്നായിരുന്നു ആ വണ്ടി. പക്ഷേ അതിൻ്റെ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിലപ്പാകം കൊണ്ട് ശരിയായില്ല. വിലപ്പാകം കൊണ്ട് നമ്മൾ ഒരു 2 ലക്ഷം രൂപ കുറച്ച് ചോദിച്ചു. അപ്പം വേറെ ആൾക്കാർ എടുക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവർക്കാണ് കച്ചവടം. നമ്മൾ അങ്ങനെ ഒരു ഇതുമില്ല കേട്ടോ. അതായത് നമ്മൾ 2 ലക്ഷം രൂപ കുറച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞു വേറെ ആൾക്കാർ ഇത്ര പൈസക്ക് അപ്പം നമ്മൾ പറഞ്ഞു, ലിബിൻ പറഞ്ഞു അവർക്ക് തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ ഒരു വില കാണും ഒരു വണ്ടിക്ക്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും പോയിട്ട് 5 രൂപയുടെ മുതൽ 10 രൂപയ്ക്ക് എടുത്തിട്ട് വന്നിട്ട് അവസാനം നമ്മളിത് വിൽക്കാൻ നേരത്ത് നമുക്ക് 5 രൂപ കിട്ടുള്ളൂ. ഞാൻ ഇത്ര രൂപയുടെ പണി ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിട്ടൂല. ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും ഞങ്ങൾ വണ്ടി എടുക്കുന്നത് ഒരു താല്പര്യമില്ല. കാരണം ഞങ്ങൾ കുറേ വണ്ടി എടുത്ത് കുറേ പൈസ മുടക്കി കുറേ കാശ് പോയതാണ്. നമ്മളൊരു ബസ് എടുത്ത് നമ്മൾ ആഗ്രഹപ്പുറത്ത് നമുക്ക് ഓട്ടം കിട്ടുമെന്നൊക്കെ ഉറപ്പുണ്ട്, നമുക്ക് വണ്ടി എടുക്കാനുള്ള ഇതുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പോയിട്ട് നഷ്ടത്തിലേക്ക് ചാടരുത്, നഷ്ടം സംഭവിക്കുന്നത്. ഞാനിപ്പോൾ കുറേ ബാങ്കുമായിട്ട് ഇപ്പോൾ ലോൺ എടുക്കാതെ തന്നെ നമുക്ക് ബാങ്കുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഡിപ്രഷൻ ലോൺ മാത്രം കിട്ടിയാലേ ഞാൻ വണ്ടി എടുക്കുള്ളൂ, ഫ്ലാറ്റ് ഞാൻ വണ്ടി എടുക്കുള്ളൂ, എനിക്ക് വേണ്ട. നമ്മൾ കുഴി പോകാൻ നേരത്ത് ആരും നമ്മൾ ഒറ്റയ്ക്കേ പോവുള്ളൂ. നമ്മൾ പൊക്കി വിടാനൊക്കെ എല്ലാവരും ഉണ്ടാകും. പക്ഷേ നമ്മൾ എന്ത് പരിപാടി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ചില വണ്ടി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഉണ്ടാക്കിയും തരും, ഇരുമ്പ് കുടുംബം തൊലച്ചും കളയും. അത് 100% ഉറപ്പാണ്. ഇരുമ്പ് ഉണ്ടാക്കിയും തരും, ഇരുമ്പ് നമ്മൾ തൊലച്ചും കളയാം. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഇപ്പോൾ എല്ലാവരും പെടുന്നതെന്ന് വെച്ചിട്ടുണ്ട് ഈ മറ്റേ ലോണില്ലേ ഇവന്, അതായത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഓൺലൈനിൽ കിട്ടുന്ന ലോണില്ലേ, അതിന് ചില ബാങ്കുകൾ 35% ഫ്ലാറ്റ് പലിശ. അവന് ഒരു കാര്യം അടയ്ക്കാൻ പോകുന്നത് അവിടെ സിവിലും പോയി. കൈ കാശില്ലേ എടുക്കാതിരിക്കുക, കൈ കാശുണ്ടോ എടുത്തോളൂ. എൻ്റെ കാശ് വരുമ്പം ഞാൻ ഫോൺ എടുക്കും, അതായത് 17 Pro Max. എൻ്റെ കാശില്ല, ഞാൻ EMI എടുക്കൂല. ഇല്ലേ, വേണ്ട. അതെന്നെ സംബന്ധിച്ചാൽ നമ്മൾ കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് സൂക്ഷിച്ച് ജീവിച്ചു പോകാം. ഇല്ലാതെ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എല്ലാം ചെയ്താൽ നമ്മൾ പെട്ടുപോകും. എല്ലാവരും എടുക്കേണ്ടവരെല്ലാം എടുത്തു. ഈ വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ വർഷങ്ങളോളം ഓടാതൊക്കെ കിടന്ന് ഈ ടാക്സ് മാത്രം അടച്ചു പോകുന്നത് ഇതിനൊന്നും അടവില്ലാത്ത കാരണം. അല്ലെങ്കിൽ നമ്മൾ എന്നേ പെട്ടാനെ. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പുതിയ അതിഥികളൊക്കെ കാണും, പിണങ്ങിപ്പോയവരും. അതേപോലെ തന്നെ റാംബോനൊക്കെ എന്തായാലും എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. റാംബോയുടെ വാസനം കഴിഞ്ഞ് റാംബോ തിരിച്ചു വന്നു. അതാണ് റാംബോയുടെ. അതെ, പുതിയ പരിപാടിയാണ് ഇത്. കുഞ്ഞിക്കൊച്ചു വായിക്കേ കുറച്ച് ദിവസമായിട്ടെ ഞങ്ങളുടെ ഒരു വലിയൊരു ക്രഷർ ഓണർ ഉണ്ട്. അതായത് പുള്ളിക്ക് ഇതൊക്കെയാണ് ഏറ്റവും താല്പര്യം. ഉള്ള വണ്ടി മൊത്തം നശിപ്പിച്ച്, ഇനി ഒരു വണ്ടി പോലും ആള് നശിപ്പിക്കാനില്ല. എല്ലാം വണ്ടി ഇപ്പൊ നല്ല ആളാ. വീടിന്റെ തറ വരെ മാന്തി എടുക്കുന്നുണ്ട്. എന്നടാ ഇവൻ വീടിന്റെ തറ വരെ മാന്തി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കെഷർ വാങ്ങാൻ വേണ്ടി നോക്കിയാൽ നടക്കുന്നില്ല. ഇത് നോക്കിയേ എന്തൊക്കെയാ കാണിക്കുക. അത് വീടിന്റെ, അതായത് ഈ വീടിന്റെ ഇവിടെ ഏകദേശം കുഴിയാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആളിപ്പോൾ ഈ വശത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇപ്പം കളിയും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുടെ വണ്ടികൾ നിരത്തി വെച്ചിരിക്കുകയാണ്. രാത്രി റാംബോ അതിനനുസരിച്ച് മുഖം നോക്കിയടി. എന്തിയാ മുഖം എന്തിയേ? ചിരി നോക്കിയേ. മൈക്കിൾ അങ്ങനെ അവിടെ അവന്റെ പരിപാടി. മൈക്കിളെ സ്കൂളിൽ പോവാണോ മൈക്കിളെ? ഇവനുണ്ടല്ലോ, ഇവന് 1, 2, 3 ഇവനുണ്ടല്ലോ 1, 2, 3 എന്നൊന്നും പറയാൻ ഭയങ്കര മടിയാ. അപ്പൊ ഇവനെ 2 പറയും. സ്കൂളിൽ കയറ്റുമല്ലേ? മിണ്ടരുത്. ഇനി അവള് സ്കൂളിൽ വിടുവാണോടാ? ചെയ്യാ ഇത് മാറി നിൽക്കാൻ. സ്കൂളിൽ പോകുന്ന കാര്യം എൻ്റെ കൊച്ചിനോട് ഇനി പറയാൻ പാടില്ല. പക്ഷെ നാളെ കഴിഞ്ഞ് മൈക്കിളിന് സ്കൂളിൽ വേറെ കാര്യമുണ്ട്. മൈക്കിളിന് നാളെ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഡ്രസ്സ്, ബാഗ്, ബോട്ടില്, കളർ പെൻസില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. അല്ലേ മൈക്കിളെ? പോവാ. എന്നാ ചിരിയാന്ന് നോക്കിയാ നമ്മള് കുടുംബപരമായിട്ട് ആരും സ്കൂളിൽ പോകലില്ല. കുഴപ്പം. സ്കൂളിൽ പോവാണോ? സ്കൂളിൽ പോവാണോ മോൻ? എന്റെ അപ്പൻ 1, 2, 3, 4 പഠിക്കാൻ വേണ്ടി പോവാണോ? ഇല്ലേ? എന്താ പോകുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു മടിയൻ. ഫൈനലി നമുക്ക് എന്തായാലും നിന്നെ സ്കൂളിൽ വിടും. അതിൻ്റെ വേറൊരു കോമഡി ഞാൻ കാണിച്ചാൽ. ഇത് എനിക്ക് ഒരുത്തന്റെ കമ്മൽ എവിടെയും മിസ്സായി. അപ്പൊ അഭിരാമിയുടെ കാതിൽ നിന്ന് കമ്മൽ ഊരിട്ടാണ് ഇത് അതിന്റെ ഓട്ട ശരിയാക്കാൻ വേണ്ടി ഇട്ടാക്കുന്ന പറഞ്ഞത്. ഒരു കൊല്ലമായി ഇത് ഇട്ടിട്ട്. ഇത് അടഞ്ഞു. പണ്ട് എത്ര പഴുത്ത ഇത് കുത്തിയെന്നറിയാവോ? എത്ര പഴുത്തെന്നറിയാവോ? ഇത് ആദ്യം കുത്തി. പിന്നെ അടഞ്ഞു കഴിഞ്ഞാൽ പണി അതിന് കുത്തല്.
നിന്റെ കമ്മൽ ഇവിടെ ഉണ്ട് ഉണ്ടോ? നിന്റെ 2 ജോഡി കമ്മൽ ഇവിടെ ഞാൻ പെട്ടൂല. കാരണം ഞാൻ അഭിരാമിയുടെ കമ്മൽ ഒരു ദിവസം വാടക എടുക്കും. ഡ്രസ് എടുക്കുന്ന കുറിച്ച് നിന്റെ അഭിപ്രായം? താല്പര്യമില്ല. അവിടെ 2 പേര് ഒരു താല്പര്യം. എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നാട്ടില്ലാത്തോണ്ട് ഇത് നോക്കി നടത്താനായിട്ട് മര്യാദയ്ക്ക് ആരും ഉണ്ടാവില്ല. പിന്നെ ഇത് എന്നെ കൊണ്ട് എടുത്തത് കൊണ്ടുപോകേണ്ട സാധനം അല്ലാത്തോണ്ടും ഇത് എനിക്ക് നടക്കാൻ പറ്റാത്തോണ്ടും എനിക്ക് നല്ല അഭിപ്രായമൊന്നും ഇല്ല. സന്തോഷം. ബസ് എടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അങ്ങനെ ഓട്ടോ ഒന്നും ബസ്സുകാർ ഒന്നാമേ നഷ്ടത്തില്ല. അപ്പം അത് കാരണം എടുക്കണ്ട. പിന്നെ ഇവിടെ ഇട്ട് കഴിയുമ്പോൾ തുരുമ്പൊക്കെ പിടിച്ചു പോകാനും നോക്കാനൊന്നും ഉണ്ടാകും. ഇവളെ കൊണ്ട് പറ്റുമെന്നില്ല ഒരു ബസ് എടുക്കാൻ. വണ്ടി എടുക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. വീട്ടിൽ ആരും സമ്മതിക്കുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നമാണ്. പോയി കഴിഞ്ഞാൽ 2-3 മാസം തുരുമ്പെടുത്ത് പോവുള്ളൂ. വണ്ടി അതിന് ഓടാനല്ലേ, നമ്മൾ ആരെങ്കിലും ഓടാൻ ഏൽപ്പിക്കും. ഹെവി എനിക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോ എന്നെ കൊണ്ട് ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോ നമ്മള് ഡ്രൈവറെ നിർത്തും, നമുക്ക് നോക്കി നടത്താം. അവര് നാട്ടിലുണ്ടെങ്കിലേ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കുള്ളൂ. നിങ്ങൾ പോയി കഴിയുമ്പോൾ അവർക്ക് തോന്നുന്ന പോലെ അവർ വണ്ടി ഓടിക്കും. ഇവര് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന കേസ് എല്ലാവരും നെഗറ്റീവാണ്, സമ്മതിക്കുന്നില്ല. ഞാനും ഇവന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ ഈ ഒരു വണ്ടി എടുക്കാൻ ഒരു സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. അതായത് ഈ വണ്ടി സമ്മതിക്കത്തില്ലായിരുന്നു, ആ വണ്ടി സമ്മതിക്കത്തില്ലായിരുന്നു. വണ്ടിനെ കുറിച്ച് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് 10 വണ്ടിയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നഷ്ടമെന്ന് പറയും. പക്ഷെ അവർക്ക് 10 വണ്ടിയുടെ അടവ് അടയ്ക്കുന്നുണ്ട്, 10 വണ്ടിയുണ്ട്, പക്ഷെ അവർക്ക് നഷ്ടമായിരിക്കും. അതെ, മറ്റൊരാൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല. ചില മുതലാളിമാർ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലാഭമാണ് വണ്ടി എടുത്തു കാശുണ്ടാക്കുന്നു. ചില മുതലാളിമാർ പറയും ആ മേഖലയിലേക്ക് പോയേക്കല് കാശ് പോകുന്നു. അതെന്നുവെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ഓട്ടം കിട്ടുമല്ലോ എന്നുള്ള പേടിയാണ്. ഇത് നോക്കണം, ഇത്ര രാത്രി 10 മണി വരെയൊക്കെ ഇരിക്കും കേട്ടോ. ലോറി വേണോ, ട്രിപ്പർ വേണോ, അല്ല രാത്രി 10 മണി വരെയൊക്കെ ഇതേപോലെ ഇരിക്കും. ക്രഷറി പണിയാ. എന്തേ ഇതേ ഇവനാണ് ഞങ്ങൾ കൂടുതൽ ഏറ്റവും സ്നേഹമുള്ള. എടാ വന്നേ, പോയി ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ തലപോലെ ആലോചിക്കാൻ ഞങ്ങൾ നടുക്കുവന്നു. ഞങ്ങളിപ്പോ ഉറങ്ങുന്ന എത്ര മണിക്കാന്ന് നിങ്ങൾക്ക് അറിയാവോ? 3 മണിക്ക്. ബസ്സിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുകയാണ്. വരുമ്പരായിക കിടന്നുറങ്ങും 3 മണി വരെ ഇവരോരോന്നും. ഞങ്ങൾക്കും ഞങ്ങളുടെ ചെറുക്കന് മാത്രമേ വണ്ടിപ്രാന്തുള്ളൂ. നോക്കി ഉണ്ട്. നമ്മുടെ യൂറോപ്പിൽ കിടക്കുന്ന ട്രാവലറിന് പിക്സലും പിന്നെ ഇത് വോക്കലും അങ്ങനെ കുറച്ച് സാധനം കയറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് സാധനം കൊണ്ട് പോകണം. ഒരു കുറച്ച് പൈസ അതിന് കയറ്റണം. പിന്നെ സ്റ്റിക്കർ വർക്ക്, ഗ്രാഫിക്സ് സ്റ്റിക്കർ വർക്ക് മൊത്തം മാറ്റാൻ വേണ്ടി പോവാ. അതായത് നമ്മൾ നേരത്തെ അടിച്ചില്ല. പിന്നെ ടോപ്പ് ലൈറ്റ്, പിന്നെ ബേക്ക് ലൈറ്റ്, ഏതാ ഗ്രാഫിക്സ് വേണ്ട. അതെ ടോപ്പ് ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കുറേ പരിപാടി ചെയ്യാനുണ്ട്. ഇതേ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ഇതെല്ലാം പോയി, എല്ലാം പണിതെടുക്കണം. ഇവിടെ എല്ലാം തുരുമ്പ് കയറിയില്ല, അടിയല്ല. ഇത് മൊത്തം പൈസ. ഇതാ ജെയിംസന്റെ അടുത്ത് കൊടുത്താലോ? ജെയിംസന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതായതേ കയറിയിരി. വെക്കാദ്യം എനിക്കെല്ലാ സാധനം ഉള്ളതാണല്ലോ. നീ അടിച്ചു വേണ്ട, ഞാൻ വെച്ച് തരാം. ഏതാ കൈസ്? അതായതേ നിനക്ക് അടിക്കാൻ അറിയത്തില്ലേ? എന്നോട് ചോദ്യോ? ഹെവി വണ്ടി ഓടിക്കുന്നത് എന്നോടാണ് ഈ പറയുന്നത്. അത് ലൈസൻസ് മറ്റേ ഹെവി വേണ്ടാത്ത നോർമൽ ആയതുകൊണ്ടല്ലേ. അടുത്തോ എനിക്ക് ഗീർ നോക്ക്. ഇട്ട് തരുമോ? കൈ കൊണ്ടാവൂല. എടാ ക്ലച്ച് ഓട്ടറാ, ക്ലച്ച് ഓട്ടെ. ഞാൻ പറയുമ്പോൾ അടിച്ചോണേ. ഈ സാധനം എനിക്കൊരു ഡോക്ടർ തന്നു, നല്ല ഉപകാരമാണ്. 1, 2 ഡോക്ടറായിരുന്നു. ഞാനൊരു കേസ് പറയട്ടെ. ഇത് നമുക്ക് ആ പഞ്ചർ മാറ്റിയിട്ട് ഇത് കൊണ്ട് എല്ലാം പണിയാൻ വേണ്ടി വെച്ചാലോ? ആയിരിക്കും നല്ലത്. ഇത് എടുക്കത്തില്ലടാ. ഇല്ല, ഇതെല്ലാം പോയി. ഇതെല്ലാവേ ഇവിടെ എല്ലാം തുരുമ്പ് കയറി കേട്ടോ. അതിൻ്റെ ഉള്ളു മൊത്തം പൊടിഞ്ഞു. നീ ഒന്ന് കീട്ടടാ, എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ നോക്കി. ഇല്ല പിന്നെ ഇതിവിടെ ഇട്ടാൽ പൊഴിയും കേട്ടോ. വണ്ടി മൊത്തം പൊടിയാൻ തുടങ്ങി, ഉള്ളു മൊത്തം. എന്നാൽ ജെയിംസോട് ചെയ്തിട്ട് കൊണ്ടുപോകണം. ജെയിംസോട് കൊണ്ടിട്ടാലോ? മൊത്തം പോയി, മൊത്തം ഇതാ പൊടിയാൻ തുടങ്ങി ഉള്ളു. സീറ്റൊക്കെ മേടിച്ച് വെച്ച് റിനോവേഷൻ വേണം ചെയ്യാം. ഗൈസ്, അടുത്ത നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓമിനി നമ്മൾ പണിയെടുക്കുന്ന വീഡിയോ. ഇത് സ്റ്റാർട്ട് ആകത്തില്ല. റീസ്റ്റോറേഷൻ സംഭവിക്കും. അതായത് നമ്മുടെ ഈ വണ്ടി അളന്നു നോക്കിയാൽ നമ്മുടെ ക്ലീനർ വീട്ടിൽ ഇത് കയറും. പക്ഷെ ഇവർ ആരും സമ്മതിക്കുന്നില്ല. 3 ദിവസം ഉണ്ട് ഞാൻ വണ്ടി കയറ്റി. പ്രാന്താണോ? അവിടെ പുത്തൻ ടയർ, ഇത് പഞ്ചർ, അപ്പുറത്തെ ടയർ. നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്കിത് പണിയെടുക്കാം. ഗൈസ് ഇതേ പണിയാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നോക്കിയേ, JCBയുടെ വാലിന് എന്തോ പറ്റി കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ല ഇവന് ടിപ്പർ കൊടുക്കാം. ഇവന് ടിപ്പർ കുറവുണ്ട്, കാരണം എക്സ്കവേറ്റേഴ്സ് അവിടെ കൂടുതൽ.
എന്നാ എന്നാടാ നീ പറഞ്ഞത്? ഇവന് ഇനി റിമോട്ടിന്റെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പ്രായമായിട്ട് ഇവന് ബുദ്ധി വെക്കും. എടി ഇന്ന് തന്നെ ഓർഡർ ചെയ്തോ JCB. അതല്ലടി, ഇനി റിമോട്ടിന്റെ ഇവന് കൊടുക്കുകയാണെങ്കിൽ ഇവന് ബുദ്ധി ഭയങ്കരമായിട്ട് വെക്കും. അതിന് റിമോട്ടിന്റെ അത് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ബുദ്ധി ഭയങ്കരമായിട്ട് വളരും. അവരാമി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യെസ്, ഞങ്ങൾ അടുത്ത ദിവസം ലാഭം എനിക്ക്. അവരാമി ഭയങ്കര വിഷമം പറിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് അധ്വാനിക്കണം. അവരാമിയോട് ഞങ്ങൾ പറഞ്ഞു നീ സ്വന്തമായിട്ട് അധ്വാനിച്ചോ, ലാഭം ഞങ്ങൾക്ക് തന്നാൽ മതി. ലാഭം നമുക്ക് സന്തോഷമേ ഉള്ളൂ. അധ്വാനിക്കാം. ലാഭം ഇവിടെ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ഓൾറെഡി ഞാൻ രാജസ്ഥാനിൽ നിന്ന് എന്റെ കുറച്ച് സാരീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്റെ കുറച്ച് കുർത്തീസ് ഇവിടെ കമ്പനിയിലേക്ക് സാറന്മാരുടെ അപ്രൂവൽ വേണം, വണ്ടിക്ക് മൊത്തം വരണമല്ലോ. പിന്നെ പിന്നെ ലോഗോ മേക്കിങ്ങും സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞു. സാറന്മാർക്ക് റിഫറൻസ് ആദ്യത്തെ സെയില് മമ്മിക്ക് കൊടുക്കണം. ഒരു സാരി ഒരു ചുരിദാറും കൊടുക്കൂലേ? പിന്നെ മമ്മിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. മമ്മിക്ക് ഷുഗർ കൂടിയിട്ട് ആകെ പ്രശ്നമായിരുന്നു. ഇപ്പം മരുന്നൊക്കെ മേടിച്ച് 2-3 സ്ഥലത്ത് എന്നിട്ട് ഇപ്പൊ ശരിയായില്ലേ? ഇപ്പം കുറഞ്ഞില്ല. സൺഫാർമയുടെ മരുന്നൊക്കെ അടുത്ത് സംസാരിക്കൂ. മൈക്ക് ഇവിടെ ഉള്ളൂ. സാരി എനിക്ക് വേണ്ട, സാരി ഇഷ്ടം. അയ്യോ, ചുരിദാറിന് മതി. ആദ്യത്തെ സെയിൽ അമ്മയ്ക്കാ, ഫസ്റ്റ് സെയിൽ അമ്മയ്ക്ക്. പെണ്ണുങ്ങളുടെ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങൾ ഇതിലൊക്കെ ഞെട്ടുന്ന വേറൊരു കാര്യമുണ്ട്. ഈ പുളിച്ചട്ടി ഈസ് കമ്മിങ്. യെസ്, ഞങ്ങളുടെ ക്ലോത്തിങ് പരിപാടി, അതായത് വേറൊന്നുമില്ല, ഞങ്ങളുടെ പക്ഷേ ഞങ്ങൾ ക്ലോത്ത് ഞങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഇത് അഭിരാമിക്ക് വിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുത്താക്കുന്നത്. അതെ, ആദ്യമല്ല, അതവളുടെ അത് കേൾക്കൂ. ഞങ്ങളുടെ വെച്ചാല് ഞങ്ങളുടെ ലോഗോയിലുള്ള പിന്നെ ഇത്, അതായത് ടീഷർട്ട്, അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാ പിന്നെ എന്നാ സെപ്പറേറ്റ്, അതായത് അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ചെയ്തിങ്ങനെ വരുന്നു. അങ്ങനെ ഞങ്ങളുടെ സാധനം വിൽക്കണമെന്നുള്ള രീതിയിലുള്ള താല്പര്യമുള്ളവർക്ക് മാത്രം ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയാണ് ഞങ്ങളത് ഡിസൈൻ ചെയ്താക്കുന്നത്. എന്തായാലും ഒരു കുറച്ച് സമയത്തുള്ളിൽ മഴ പെയ്യുന്നുള്ളവരെ ഏകദേശം ഉറപ്പ്. അഭിരാമിക്ക് മറ്റേ സംഭവം കൊടുത്താക്കുവാ. നമ്മുടെ ഏജൻസി, അഭിരാമിയുടെ ഏജൻസി ഫ്രാഞ്ചൈസി, ആദ്യത്തെ ഫ്രാഞ്ചൈസി. എന്തായാലും ഫ്രാഞ്ചൈസി ആരും കൊടുത്തു വേണോ? വാക്കാ ഞാൻ കൊടുത്തിരിക്കണു. ഫൈനലി നമ്മളെ നാളെ മൈക്കിളിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. മൈക്കിൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. അത് നാളെ കഴിഞ്ഞ അല്ല, നിങ്ങളെന്നാ കൊച്ചിനെ വെക്കുന്ന തിങ്കളാഴ്ചയാ? ഓക്കെ, നമുക്ക് നാളെ ഇവിടുത്തെ സാധനം മേടിച്ച് നാളെ അമ്മ നമുക്ക് പോവാ. എല്ലാവർക്കും പോവാം. മമ്മീനെ ഒരു പ്രാവശ്യം ഷോപ്പിങ്ങിന് വിശാലി കൊണ്ടുപോയി. മമ്മി കുഞ്ഞിപ്പിള്ളേരെ ചുരിദാർ പോലും കിട്ടില്ല, അതും എടുത്തോണ്ട് വന്നു. ചെറിയ പൈസ മമ്മി തകർത്ത് വാരി. എന്തായാലേ പോവാം, നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കണം, ഓരോ നമ്മുടെ ചെയ്തു വരുന്നു. എന്തായാലും ഇതൊന്നുമല്ല ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം. എത്രയും പെട്ടെന്ന് യൂറോപ്പിൽ പോകണം. അടുത്ത മാസം 24-ാം തീയതിക്ക് മുമ്പേ അവിടുന്ന് വണ്ടി എടുത്ത് അൽബേനിയ എടുക്കണം. അതിന് മുമ്പ് വേറെ പ്രശ്നം, ഇവൻ്റെ കയ്യിലെ കൈ എടുക്കണം, അല്ല ഇവൻ്റെ കയ്യിലെ കമ്പി എടുക്കണം. അതിൽ വേറെ വിഷയമുണ്ട്, ഇവന്റെ കയ്യിലെ കമ്പി എടുത്ത് യൂറോപ്പിൽ പോയി കഴിഞ്ഞാണല്ലോ പണി പാളും. തണുപ്പല്ലേ? വരുമ്പോ എടുക്കാം. ഡിസംബറിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസംബറിൽ മൈക്കിളിന്റെ ബർത്ത്ഡേ ആണ്. മൈക്കിളിന്റെ എല്ലാ പ്രാവശ്യവും നിങ്ങൾ മൈക്കിളിന്റെ ബർത്ത്ഡേ തലോസെങ്കിൽ എത്താറുണ്ട്. അതെ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പാസ്പോർട്ട് എടുത്ത് യൂറോപ്പിക്ക് എല്ലാവരും കൂടി വരേണ്ട വരും. അങ്ങനെ നീ വരണ്ട. കൈസ്, അപ്പൊ ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോയായിട്ട് കാണാം. ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ പല ആൾക്കാരായിട്ട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. പിന്നെ എസ്പെഷ്യലി നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഒരു വാഹനം വരാൻ നേരത്തെ തീർച്ചയായിട്ടും അതിൻ്റെ അത് പല സംഭവങ്ങളും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴേ ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പം നമ്മളെ ലൈനിൽ നിന്ന് ഔട്ടിയുള്ള പരിപാടി ചെയ്തിട്ടുണ്ടാവാം, അറിയില്ല. പിന്നെ അത് മാത്രമല്ല, പുതിയൊരു വണ്ടി വരാൻ നേരത്തെ എന്തായാലും റേറ്റ് പൊട്ടിച്ച് എല്ലാവരും പരമാവധി ക്ഷീണം വരുത്താൻ നോക്കും. അപ്പോൾ അത് പിടിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കൂടാതെ നമ്മളതെല്ലാം ഒരു ക്യാരവൻ പുതിയ എടുക്കുന്നുണ്ട്. അതൊരു വേറെ യാത്രയ്ക്ക് വേണ്ടിയാണ്. കാരണം ആ യാത്രയ്ക്ക് വേണ്ടി 1 വർഷം പഴയ വണ്ടി വേണം. അതായത് 1 വർഷത്തിൽ പഴയതല്ലാത്തൊരു വണ്ടി, അതായത് 2025-24 വരെയുള്ള വണ്ടി, അതിൻ്റെതായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനൊരു യാത്രയുണ്ട്, അത് പറയാം.
എല്ലാം റെഡി ആകട്ടെ. റെഡിയായി നമ്മൾ ആ യാത്രയിലേക്ക് കാലി വെക്കാൻ വേണ്ടി അതിന് എല്ലാ സംബന്ധമാണ് പോയി കഴിഞ്ഞിട്ട് എല്ലാവരും അറിയാം. അതെ അല്ലേ? അതെ. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ TT നെപ്പോളിയനെ അങ്ങനെ പണിത് വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെ സാധനം ഇന്ന് മുതൽ ഓർഡറിങ് ആണ്. കാരണം ഏതാണ്ട് 9-ാം തീയതി കഴിഞ്ഞൊരു 12-13 ഞങ്ങൾ പോകും. അപ്പോൾ ഞങ്ങൾ യൂറോപ്പിലേക്ക് സഞ്ചരിക്കും. പിന്നെ അങ്ങോട്ട് യൂറോപ്യൻ യാത്രകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിലപ്പാവുള്ള ബസ്സുകളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ചാടി കയറി എടുക്കേണ്ട ഒരു പരിപാടിയില്ല. നമ്മൾ മോഹവിലയ്ക്കോ അല്ലെങ്കിൽ ഓവർ പൈസ കൊടുത്ത് മേടിക്കേണ്ടതല്ല ബസ്. ബസ് എന്ന് പറയുമ്പം അതിലേക്ക് മാർക്കറ്റ് വിലക്കാണ് നമുക്ക് വണ്ടി. അതായത് നമ്മളതിലേക്ക് ഇങ്ങനെ വെറുതെ പൈസ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒന്നും വല്ലതും കിട്ടണം. കാരണം ഡ്രൈവറിന് ശമ്പളം കൊടുക്കണം, കിളിക്ക് ശമ്പളം കൊടുക്കണം, ഇതിൻ്റെ ടയർ മാറണം, ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തണം, ഇതിൻ്റെ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻകം കിട്ടിയാലേ അതിന് നമുക്ക് ആ രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും ദിവസം മനസ്സിലാക്കിയതും ഇതിന് മുന്നേ മനസ്സിലാക്കിയതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. ഇപ്പം എന്നൊരു ചേട്ടൻ വിളിച്ചു. ചേട്ടൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കൊറോണ ടൈമിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്, കുറേ വണ്ടി ഉണ്ടായിരുന്ന. അപ്പോൾ ഓരോ കൊറോണ വരുമ്പോഴത്തേനും പുള്ളിക്കാരൻ്റെ ഓരോ വണ്ടികൾ വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ കൊറോണ വന്ന് തീർന്നതിന് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല, എത്ര പേർക്ക് പണി കൊടുത്തല്ലേ. അങ്ങനെ ദുബായിക്ക് പോയി. ഇപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ പണിയെടുത്ത് ഒരു ട്രാവലർ എടുത്തു. എന്നിട്ട് ഇങ്ങോട്ട് ഇപ്പം പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ പണിയെടുക്കും, പകുതി കിട്ടും. പിന്നെ അതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്. നമ്മളെ വണ്ടി മേടിക്കുന്നു, എല്ലാം സെറ്റ് ചെയ്യുന്നു, കുറേ പേര് അതിൻ്റെ അത് കണ്ട് പിന്നെ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നു, ലൈറ്റ് ഇടുന്നു, ആഘോഷങ്ങൾ, കോമ്പറ്റീഷനിൽ. ഇതല്ല, ഇതിനുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും എന്ത് സമയം അടിയിൽ പോകുന്ന ബിസിനസ് ചെയ്യരുത്. നമുക്ക് പൊങ്ങി വരാൻ പറ്റും, നമുക്ക് ഗുണമുള്ളൊരു പരിപാടി ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ മാറിയേക്കുക, അല്ലെങ്കിൽ നമ്മളങ്ങ് വേണ്ടാന്ന് വെച്ചേ. പിന്നെ വേറെ ഒരു ചേട്ടൻ വിളിച്ചത്, അത് മിനിഞ്ഞാന്ന് പറഞ്ഞാണ്, BS6 വണ്ടി, പുതിയ വണ്ടി, ആദ്യത്തെ ഒരു മാസം നിന്നോടി കേക്ക് 3 ലക്ഷം രൂപ കയ്യിലും കിട്ടി. 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. ചേട്ടൻ കൊടുത്ത് ലാഭം വന്ന്. പിന്നെ ആ ചേട്ടൻ ഇതേപോലെ തന്നെ ദുബായിക്ക് പോയിട്ട് പകുതി പൈസ വണ്ടിയുടെ അടവ്, പകുതി പൈസ പുള്ളിക്കാരൻ. അങ്ങനെ പുള്ളിക്കാരൻ വേറെ ദുബായിലൊരു പുള്ളിക്കാരൻ വർഷങ്ങളോളം പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്നു. അപ്പം നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഓർത്ത് വണ്ടി മേടിച്ചു. ഇപ്പോൾ എല്ലാം നിർത്തി വന്ന പുള്ളിയാണ്. ഇപ്പം ആ വണ്ടിക്ക് അടവടയ്ക്കാൻ പുള്ളി ദുബായി പോയി പണിയെടുക്കുക. അതാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. വേറൊരു മാഷ് സ്കൂളിൽ പഠിപ്പിക്കുന്ന BS6 വന്നു, എല്ലാം ഓക്കെ. പുള്ളിക്കാരൻ വണ്ടിയെല്ലാം കെട്ടി ഇറക്കി കഴിഞ്ഞത് ഒന്ന് സൗണ്ട് വർക്കിന് വിട്ടോ, ഒരു മാസമായിപ്പോയി. അപ്പോൾ ആ മാഷും വണ്ടി വയ്ക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. അതാ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ എന്നാ പറ്റുന്നത് വെച്ചാൽ നമ്മൾ പഠിക്കാതെ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ കുറേ ബിസിനസ് ചെയ്ത് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറ്റിയത് പഠിക്കാതെ ചെയ്തതിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ഇനി പഠിച്ചിട്ട് ചെയ്യാവുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇതിപ്പോ ഞാനിപ്പോ ഈ പൈസ ഉണ്ടല്ലോ, ഈ പൈസ നമ്മൾ വേറൊരു ബിസിനസ്സിന് ഇട്ടാ ഇതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കാം. വേറെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി വിൽക്കുമ്പം കിട്ടുന്ന ഒരു പൈസ പക്ഷെ അങ്ങനെയല്ല. ഒരു ബിസിനസ്സിൽ പൈസ ഇറക്കി ആ തുടക്കം തൊട്ട് നമുക്ക് ആ പൈസ റിട്ടേൺ തിരിച്ചു കിട്ടണം. അല്ലാതെ നമ്മൾ വെറുതെ ലോണ്, ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാറ്റ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, വെറുതെ ബാങ്കിന് നമുക്ക് ഓടുന്ന പൈസ മൊത്തം ബാങ്കിന് കൊടുക്കാം. നമുക്കൊന്നും കിട്ടാനും അവർ കിട്ടിക്കഴിഞ്ഞാൽ ടയർ മാറാൻ ടാക്സ് അടയ്ക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വണ്ടി ഉണ്ട് വീട്ടിൽ, അത്ര ഒരു പേര് മാത്രം. യെസ്, നമുക്കപ്പം നമ്മുടെ ട്രാവലിനുള്ള ബീഡിങ്, അടിയിലെ ക്ലാമ്പ് പൊട്ടിയേക്കുന്ന പവർ സ്റ്റിയറിംഗിൻ്റെ ക്ലാമ്പ്, പിന്നെ അന്ന് അവിടെ നിന്ന് വന്നപ്പോൾ നോക്കിയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം, അതിൽ എന്തൊക്കെയാണ് കുറവുള്ളത്. അങ്ങനെ നാളെ ആ സംഭവം പ്രിൻസേട്ടനെ വിളിച്ച് ഓർഡർ ചെയ്ത് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു ചേട്ടൻ്റെ ഞാനൊരു സ്ക്രീൻഷോട്ട് അടിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ട്രാവലർ വണ്ടി ഓടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, അടിയിൽ ആ പവർ സ്റ്റിയറിംഗ് മോട്ടറില്ലേ, ആ സാധനത്തിൻ്റെ ആ ക്ലാമ്പ് ഇങ്ങനെ പൊട്ടിപ്പോവുക. ഒരു 100-150 കിലോമീറ്ററൊക്കെ 200 കിലോമീറ്റർ ഓടി പവർ സ്റ്റിയറിംഗ് നമ്മൾ നന്നായിട്ട് പൊട്ടിപ്പോവുക. അപ്പം അതിൻ്റെ ക്ലാമ്പ് എല്ലാ ട്രാവലറും അങ്ങനെ പൊട്ടുന്ന പോലും. അവൻ പൊട്ടിക്കഴിഞ്ഞിട്ട് എവിടെയോ എക്സ്ട്രാ ഇത് പണിത് റെഡിയാക്കി. അങ്ങനെ ഒരു ചേട്ടനോട് പറയുന്നത് ട്രാവലർ ഓടിക്കുന്നത്. ആ ചേട്ടൻ സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെയാണ് നാട്ടിൽ അങ്ങനെ ആർക്കെങ്കിലും ട്രാവലർ അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഈ ക്ലാമ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊന്ന് പറയണം. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വെച്ചിട്ടുണ്ടാവും. അപ്പം അതൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് അത് മേടിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടി. കാരണം റഷ്യയിൽ അല്ല, കസാക്കിസ്ഥാനിൽ നിന്ന് പൊട്ടാന്ന് പറയുന്നത്. കസാക്കിസ്ഥാനിൽ നിന്ന് പൊട്ടി, പിന്നെ റഷ്യയിൽ നിന്ന് പൊട്ടി, ഇപ്പോൾ ഇതാ യൂറോപ്പിൽ നിന്നും പൊട്ടി. അതായത് വെൽഡിങ് അടിച്ചിട്ട് കാര്യമില്ല, പുതിയ സാധനം മേടിച്ചിട്ട് കാര്യമുണ്ട്. എന്നാൽ ഒരു 1000 കിലോമീറ്റർ നമുക്ക് മേടിച്ചോണ്ട് പോകണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒന്നും വെൽഡിംഗ് ഒന്നും നടക്കില്ല, അവിടെ മണിക്കൂറിനാണ് പൈസ. അതെ, പിന്നെ എന്ന് വെച്ചിട്ട് ആ മോട്ടറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും എല്ലാവരും പറയും. മോട്ടർ പുതിയ മാറ്റി വെച്ചല്ലേ? അല്ല, പഴയ മോട്ടറിന് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടില്ല. ഇല്ല, കളഞ്ഞിട്ടില്ല. ഇല്ല, വണ്ടി തന്നെ ഇല്ല, വർക്ക്ഷോപ്പിൽ കളഞ്ഞിട്ടാണ് വന്നത്, കൊണ്ടുവരുന്ന വന്നിട്ട്. പക്ഷെ അതിന് മോട്ടറിന്റെ കുഴപ്പമല്ലായിരുന്നു, ഈ ക്ലാമ്പ് പൊട്ടിപ്പോന്നായിരുന്നു.
ആണല്ലേ? അത് കളഞ്ഞില്ലടാ. അത് കളഞ്ഞെന്ന് നീ എടുത്തു വെച്ചു, ഞാൻ എവിടെയോ കണ്ടത്. ഇല്ല, വണ്ടിയിലില്ല. നീ അത് പറഞ്ഞു അത് കളഞ്ഞാക്കാൻ പറഞ്ഞു, ഞാൻ അത് കളഞ്ഞു, വെറുതെ അത് കളഞ്ഞു. അപ്പോൾ ആ സാധനം എന്ത് മഷീനിൽ പോയിട്ട് വേണം ഒന്ന് എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് മാറാനായി. മാറ്റിയതാണല്ലോ, അപ്പോൾ അതൊന്നും മാറ്റേണ്ട കാര്യം. പിന്നെ ഗൈസ്, ഞങ്ങൾ എന്തെങ്കിലും മറന്നുപോയ ട്രാവലിന് എന്തെങ്കിലും ചെയ്യാനുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് ഓർപ്പിക്കണം. ഇനിയും വരുന്ന വീഡിയോകളൊക്കെ തകർക്കും, നിങ്ങൾ കണ്ടു ഉറപ്പാ. പിന്നെ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുകയാണ് 30-ാം തീയതി പ്രീമിയർ പ്രോയുടെ ഫോൺ വേർഷന് വേണ്ടി. അപ്പം അതെങ്ങനെ ഉണ്ടെന്ന് അറിയാം, അതങ്ങനെ വന്ന് സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീണ്ടും മറ്റൊരു വീട്ടിൽ വീണ്ടും കണ്ടിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു.